അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ പാതയിലൂടെ ജീവിക്കാം, യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കാം. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ ഒരുപാട് തെറ്റുകളുള്ള വളരെ മോശമായൊരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരുപാട് മോശമായ വാർത്തകൾ നമുക്ക് കേൾക്കാൻ ആകുന്നുണ്ട്. ഈ സമയത്ത് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിൻ്റെ വഴിയിലൂടെ ജീവിക്കുക. ആ തെറ്റുകളിലേക്കൊന്നും നാം പോകാതിരിക്കുക. പണ്ട് നമ്മുടെ സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് വരുന്ന കാലത്ത് പെൺകുട്ടിയാണ് ഒരു കുടുംബത്തിൽ ജനിച്ചതെങ്കിൽ അന്ന് പെൺകുട്ടികളെ മണ്ണിനടിയിൽ താഴ്ത്തുക എന്നൊരിതുണ്ടായിരുന്നു. എന്നിട്ട് അത് എതിർത്ത് നമുക്ക് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമുക്കിവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിത്തന്നതാരാ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പക്ഷേ ഇന്ന് ഈ ലോകത്ത് ഒരുപാട് സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് നമ്മുടെ ഇസ്ലാം മതത്തിനെതിരെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിത്തന്നതാരാ? നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മൾ പടക്കാനുള്ള കാരണക്കാരനാരാ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ നമ്മൾ സ്നേഹിക്കണം. നബിയുടെ പേര് കേട്ടാൽ നാം എന്ത് ചെയ്യണം? സ്വലാത്ത് ചെല്ലണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് നാം അടിക്കരുത്. നബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വമൻ ഹാബ സുന്നത്തി ഫഖദ് ഹഹബ്ബനി വമൻ ഹഹബ്ബനി കാന മഅയ ഫിൽ ജന്ന. എൻ്റെ സുന്നത്തുകൾ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെടുന്നവനും എന്നെ ഇഷ്ടപ്പെട്ടവനെ എൻ്റെ കൂടെ സ്വർഗത്തിലുമാണെന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഇഷ്ടപ്പെട്ട് അത് ജീവിതത്തിൽ പകർത്തിയവർ നബിയെ ഇഷ്ടപ്പെടുന്നവർ സ്വർഗത്തിൽ നബിയുടെ കൂടെയുമാണെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട മുത്ത് നബി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പ്രിയ കൂട്ടുകാരെ, നാം നബിയുടെ ആ യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കുക. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ വീടിൻ്റെ മുമ്പിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരുപാട് വേസ്റ്റുകൾ, വീട്ടിലുള്ള ഓരോ കച്ചറകളൊക്കെ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹത്തേക്ക് എറിയും. പക്ഷെ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും പറയില്ല, അത് മാറ്റി അതിലൂടെ നടന്നു പോകും. പക്ഷെ ഒരു ദിവസം ഈ സ്ത്രീയെ കണ്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീക്ക് എന്ത് പറ്റി എന്ന് അന്വേഷിച്ചു. അപ്പോൾ ആ സ്ത്രീ രോഗിയാണ് എന്നറിഞ്ഞപ്പോൾ ഒരു ദേഷ്യമോ ഒരു പകയോ മനസ്സിൽ വെക്കാതെ രോഗിയായ ആ സ്ത്രീയെ ചെന്ന് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒന്ന് നോക്കൂ, ഏറ്റവും വലിയ മാതൃകയാണ് നമുക്കിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നത്. ഒരുപാട് മാതൃകയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എനിക്കിതുപോലെയുള്ള ഒരുപാട് അറിവുകൾ തന്നത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, ഉസ്താദുമാർ അവരാണ്. ഇനിയും ഞാൻ അവരോട് വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. എനിക്കിതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയുള്ള ഓരോ അറിവുകൾ തന്ന എൻ്റെ ഓരോ അധ്യാപകർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ അവസരത്തിൽ അപ്പോൾ നാം നബിയെ സ്നേഹിക്കുക. നബിക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ലഭിക്കും. സ്വലാത്ത് ചൊല്ലാൻ ഇത്ര പണിയുണ്ടോ? നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ വെറുതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. നമുക്ക് കിട്ടുന്ന സമയമെങ്കിലും നാം സ്വലാത്ത് ചെല്ലാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.